എറണാകുളം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി ഞാൻ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലും ഇന്ത്യയുടെ നിയമ സംവിധാനത്തിലും എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. ഹണി റോസിൻ്റെ ഈ എനിക്കെതിരെയുള്ള പരാതിയിൽ സബ്സ്റ്റൻസ് യഥാർത്ഥത്തിൽ ഇല്ല എന്നും ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മാതെയാണ്. അപ്പോൾ അതൊന്നും ഞാനത് ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ആ കുട്ടിയുടെ വിഷമത്തിനോട് ആ വിഷമത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നത് ചുമ്മാ ആരെങ്കിലും എഴുതി കൊടുത്തത് പറയുന്ന വല്ലതും ആയിരിക്കും. അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈം എന്ന വാക്കിനൊക്കെ ഭയങ്കര ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹണി റോസിൻ്റെ നമ്മുടെ ആ പരാതിയിൽ എനിക്കെതിരെ അന്യായമായ നടപടികൾ എടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി ഹണി റോസ് എന്ന നടിയോട് ചെയ്തത് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. പല വേദിയിലും വെച്ച് അദ്ദേഹം ഒരു ഡബിൾ മീനിങ്ങിൽ അവരെ വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ പല ഇന്റർവ്യൂകളിലും ചെന്നിരുന്ന ഒരു ഡബിൾ മീനിങ്ങിൽ ഹണി റോസ് എന്ന നടിയെ പല വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നു. ഇതെല്ലാം തെറ്റ് തന്നെയാണ്. അതിന് ബോച്ചയ്ക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ശിക്ഷ ഒട്ടും കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എന്തിനാണ് ഹണി റോസ് കേസ് കൊടുത്തിരിക്കുന്നത്? എന്താണ് രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റ്? രാഹുൽ ഈശ്വർ എന്തെങ്കിലും മോശം വാക്കുകൾ നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചോ? എന്തെങ്കിലും മോശമായി നിങ്ങളെ സൈബർ ബുള്ളിങ്ങിലേക്ക് തള്ളിയിട്ടോ? നിങ്ങൾക്ക് ബുള്ളിങ് വരുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഈശ്വർ കാരണമാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി മാന്യമായി നിങ്ങളെ വിമർശിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഈ ബോച്ചെ ചെയ്ത പോലെ ഒന്നും രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നു. എനിക്ക് തോന്നിയില്ല ആത്മഹത്യയിലേക്ക് നിങ്ങളെ തള്ളിയിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? അയാൾ വളരെ വ്യക്തമായി അയാളുടെ ഒരു അഭിപ്രായം, അത് നിങ്ങൾക്ക് മാക്സിമം ബഹുമാനം തന്ന് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ കേട്ടത്. അതല്ലാതെ എങ്ങും നിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രാഹുൽ ഈശ്വറിനെ ഞാൻ കണ്ടില്ല. ഇനി അതങ്ങോട്ട് പോട്ടെ. കുറച്ചു മുമ്പ് നമ്മുടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. കാരണം പുള്ളിയുടെ പല പെർസ്പെക്റ്റീവ്സും എനിക്ക് യോജിക്കാൻ പറ്റാറുണ്ട്. അതായത് ഞാൻ തിങ്ക് ചെയ്യുന്ന പോലെയാണ്, ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ, ഹണി റോസ് രാഹുൽ ഈശ്വർ വിഷയത്തിൽ ഇന്ന് നമ്മുടെ അഖിൽ മാരാറുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് എന്നിട്ട് ആദ്യമേ ഇത് റിയാക്ട് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചു. കാരണം എനിക്കങ്ങനെ അഖിൽ മാരാർക്കെതിരെയായിട്ട് സംസാരിക്കാൻ പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തൊരു ആളാണ് ഞാൻ. ഉള്ള കാര്യം പറയാം. കാരണം എനിക്ക് പുള്ളി പറയുന്ന പല കാര്യങ്ങളും കണക്ട് ആവാറുണ്ട്. ഞാനും ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് പുള്ളി സംസാരിക്കാറുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരിക്കലും പുള്ളിക്കെതിരെ സംസാരിക്കേണ്ട വന്നിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആദ്യമേ തോന്നി. എങ്കിൽ പോലും ഇത് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും അഖിൽ മാരാർ എന്ന് വെച്ചാൽ മൊത്തത്തിൽ പുള്ളി പറഞ്ഞതിനെ ഞാൻ തള്ളിക്കളയോ ഒന്നുമല്ല. പുള്ളി പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങൾ ഉള്ളതാണ്, എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. എനിക്കത് എന്റെ പെർസ്പെക്റ്റീവ് അതാണ്. പക്ഷെ ചില കാര്യങ്ങൾ അത് എന്തിന് മാരാർ അങ്ങനെ ചോദിച്ചു, അതിനുള്ള ഉത്തരം മാരാറെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് മാരാറുടെ വീഡിയോ കാണാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന വീഡിയോ, അത് ഇന്ന് രാവിലെ കുറച്ചു മുമ്പ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇരിക്കുന്നതിന് കുറച്ചു മുമ്പ് രാഹുൽ ഈശ്വർ ഇട്ടൊരു വീഡിയോ ആണ്. ഇനിയും കഴിഞ്ഞ ദിവസം ഇന്നലെ രാഹുൽ ഈശ്വർ ഇട്ട ഒരു വീഡിയോയിൽ ഒരു ചെറിയൊരു പോർഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് മാരാർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഒരു ചെറിയ തീപ്പൊരിയായി വീഴുകയും പിന്നീട് കാട്ടുതീയായി മാറുകയും ചെയ്ത ഒരു പ്രശ്നമാണ് നമ്മുടെ ഹണി റോസും ബോച്ചയും തമ്മിലുള്ള വിഷയം. ഈ വിഷയത്തിലെന്നല്ല, ഏത് വിഷയത്തിലും എനിക്ക് ഒരൊറ്റ അഭിപ്രായമാണ് ഉള്ളത്. ആ അഭിപ്രായം ശരിയുടെ പക്ഷത്തായിരിക്കും. അതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ആണാണെന്നോ പെണ്ണാണെന്നോ ട്രാൻസ് ആണെന്നുള്ളതോ, അല്ലെങ്കിൽ അയാൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണെന്നോ, അല്ലെങ്കിൽ അയാൾ ഇന്ന മതത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ളതോ ഞാൻ ഒരു കാലത്തും ഞാൻ നോക്കിയിട്ടില്ല, നാളെ വിട്ട് നോക്കാൻ പോകുന്നതുമില്ല. ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് ആദ്യം തൊട്ട് അഖിൽ മാരാറിനോട് ഒരു ഫാനായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുള്ളിക്ക് പറയാനുള്ളത് പുള്ളി ഓപ്പൺ ആയിട്ട് പറയും. പുള്ളി ഒരു പെണ്ണാണെന്നോ ഒരാണാണെന്നോ ഒന്നും നോക്കാതെ സംസാരിക്കും. അതുപോലെ തന്നെ സത്യത്തിന്റെ കൂടെ നിന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഫോർ ദാറ്റ് എനിക്കൊരു ചെറിയൊരു ഇഷ്ടം, ഒരു ഫാനിസം ഒക്കെ തോന്നിയ ഒരാളാണ് ഈ ഒരു അഖിൽ മാരാർ എന്ന് പറയുന്നത്. ബാക്കി എന്നെ സംബന്ധിച്ച് ഒരു വിഷയത്തിന്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി അതിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള ഒരു പ്രശ്നം എൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഹണി റോസിന്റെ വസ്ത്രധാരണം ആണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ബോബി ചെമ്മണ്ണൂരിന്റെ വഷളത്തരമാണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്നെ സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം അയാൾ കാണിച്ചത് ഒരു രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അത് ഇവിടുത്തെ നിയമത്തിന് പോലും ഒരു രീതിയിലും അയാൾ രക്ഷപ്പെടണ്ട എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അയാൾ ആദ്യമേ തന്നെ അകത്തോട്ടങ്ങ് പോയത്. ഇപ്പൊ റിമാൻഡിൽ കിടക്കുന്ന ഒരാളെ പിന്നെ നമ്മൾ വലിച്ചിട്ട് കീറേണ്ട കാര്യമില്ല. അയാൾക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം ആണ് എന്നേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. കാരണം അയാളുടെ ഈ സാധനമുണ്ട്.
മനസ്സിലായില്ലേ? 15 ദിവസം തന്നെ എങ്ങനെ അതിനകത്ത് കിടക്കുക? ഇനി 15 ദിവസം കഴിയുമ്പോൾ ഉറപ്പായിട്ടും പുള്ളി ജാമ്യം എടുക്കും, പുറത്ത് കിടന്ന് കറങ്ങും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് ഈ നാട്ടിൽ, കേരളം എന്ന് പറയുന്ന ഈ നാട്ടിൽ നിൽക്കുന്ന, ഈ നാട്ടിൽ ജനിച്ച ഒരാളെന്ന രീതിയിൽ എനിക്ക് ഇപ്പോ ഈ അടുത്തായിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഞാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, 15 ദിവസം എന്തായാലും കിട്ടിയല്ലോ, അത്രയെങ്കിലും അണ്ണൻ അതിനകത്ത് കിടന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഈ ഡബിൾ മീനിങ് സംസാരം ഇനി ഒന്ന് കുറയ്ക്കും. മനസ്സിലായല്ലോ? ഒരു പേടി വന്ന് കാണും. എത്ര കാശുള്ളവനാണെങ്കിലും ഒരു 15 ദിവസമെങ്കിലും ഞാൻ ജയിലിൽ പെട്ടുപോയല്ലോ എന്നുള്ളൊരു സാധനം അയാൾക്ക് വരും. അതുകൊണ്ട് തന്നെ അയാൾ ഇനി ചിലപ്പോൾ ഇത് ചെയ്യാൻ ചാൻസ് ഇല്ല. അതാണ് പുള്ളിക്ക് കിട്ടിയ ആ ഒരു ശിക്ഷയിൽ ഞാൻ ഹാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്നോർത്ത് ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവനെ വിളിച്ചിരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയും ആ വ്യക്തിയുടെ കാര്യം പറഞ്ഞ അയാൾ ചെയ്തതിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി അവൻ മറ്റേ മണ്ടയ്ക്കോട്ട് പോകും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിന് താല്പര്യമില്ല. മാരാർക്ക് അത് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഇയാളെ പറ്റിയാണോ ഇനി സംസാരിക്കേണ്ട എന്നുള്ളത്. കാരണം ഇനി അയാളെ പറ്റി സംസാരിക്കണ്ട, പോട്ടെ അവൻ. മനസ്സിലായില്ലേ? അടുത്ത വരുന്നത്, ഇനി എന്തുകൊണ്ട് ഇയാൾ ഈ ഒരു വാക്ക് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഫ്ലേർട്ടിലേക്ക് പോയി, അത് ആ ഒരു ചെയ്ത ഒരു കാര്യത്തിൽ അതിന്റെ ഓപ്പോസിറ്റ് രണ്ട് സൈഡ് നമ്മൾ നോക്കണമെന്നാണല്ലോ. നമ്മള് ഹണി റോസിന്റെ സൈഡ് നോക്കി തെറ്റാണ് ഇവൻ ചെയ്തത്, അവനെ അകത്തു പോയി. ഇനിയും അവന്റെ സൈഡ് നോക്കുക, എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ഉണ്ടാക്കാൻ നിന്നു എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ട്. അത് നോക്കുമ്പോഴാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരുടെയും പേഴ്സണൽ ഇഷ്ടമാണ്, ഒരിക്കലും അതിനകത്ത് കൈകടത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല. എന്നാൽ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്കിന്നൊന്ന് പറയാനുണ്ട്. ആദ്യമേ മാരാർ പറയുന്നത് നമുക്ക് കേൾക്കാം. ബോബി ചെമ്മണ്ണൂരിന്റെ വഷളത്തരമാണ് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കാളും മോശം എന്ന് മനസ്സിലാക്കിയ ഞാൻ ബോബി ചെമ്മണ്ണൂരിന്റെ വഷളത്തരത്തെ തള്ളിപ്പറയുകയും ഹണി റോസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും ഹണി റോസിന്റെ കൂടെ തന്നെയുണ്ട്. പക്ഷെ ഇപ്പോ മാരാർ ഇതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കാട്ടിലും മോശം ബോബി ചെമ്മണ്ണൂരിന്റെ വായിന്ന് വരുന്നതാണെന്ന്. എന്നാൽ അവിടെ മാരാർ പറഞ്ഞു വെച്ചൊരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കാൾ മോശം. അപ്പൊ ആ ഒരു പറച്ചിലിൽ തന്നെ ഉണ്ട് എവിടേക്കോ ഹണി റോസിന്റെ വസ്ത്രധാരണം ഇച്ചിരി മോശമാണ് എന്നുള്ളത്. ഇനി ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മാരാർ പറയുന്നുണ്ട്, കേൾക്കുക. ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു സ്പേസ് ഇതായിരുന്നില്ല. അതായത് കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി പറയാം. നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഉണ്ടാവും, എൻ്റെ നാട്ടിലും അത്തരങ്ങാരുണ്ട്. അതായത് പണം വാങ്ങി ശരീരം വിറ്റ് ജീവിക്കുന്ന, മലയാള ഭാഷയിൽ വേശ്യാ സ്ത്രീകൾ എന്ന് വിളിക്കുന്ന സ്ത്രീകൾ നമ്മുടെയൊക്കെ നാട്ടിലും ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടായേക്കാം. ഇങ്ങനൊരു പെൺകുട്ടിയെ ഒരു രാത്രിയിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്താൽ ഈ ബലാത്സംഗം ചെയ്തവനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ ഇങ്ങനെ പറയുമോ, അവൾ ഇന്നലെ വരെയും കാശ് കൊടുത്ത് പലരുടെയും കൂടെ കടന്നു കൊടുത്തിട്ടുള്ളവരാ, അതിനിപ്പോൾ അന്ന് കരുതിയിട്ട് അവളെ ഒരുത്തിന് ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? ഒരു സ്ത്രീ എത്ര പേർക്കൊപ്പം കിടന്നെന്ന് പറഞ്ഞാലും അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരുവൻ അവളുടെ ശരീരത്തിൽ തൊട്ടാൽ കൈയെടുക്കടാ എന്ന് പറയാനുള്ള അവകാശം അവൾക്കില്ലേ? ഉണ്ട്. ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ കുറ്റം പറയില്ല. മനസ്സിലായില്ലേ? അതായത് ഇപ്പം അഖിൽമാരൻ ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വേശ്യാ സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും, വേശ്യാ സ്ത്രീ എന്നല്ല, ഏതൊരു സ്ത്രീക്കാണെങ്കിലും അവളുടെ ദേഹത്ത് ഒരാൾ തൊടണമെങ്കിൽ അത് അവളുടെ ഇഷ്ടം കൂടി, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതിപ്പം വേറെ രീതിയിലുള്ള ഞാൻ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പോലും അത് ആ സ്ത്രീക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതല്ലാതെ ഒരുത്തന് ഓക്കെ, ഞാനിപ്പോ നോക്കുമ്പോഴത്തേക്ക് വേറെ 2 പേര് കല്യാണം കഴിഞ്ഞ 2 ഫാമിലി, അതിൽ ഒരു ലേഡി, ഒരു ഹസ്ബൻഡിന്റെ വൈഫിന് വേറൊരാളുമായിട്ട് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്, അത് എനിക്കറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അവള് വേറെ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ സ്ത്രീ ശരിയല്ല, അതുകൊണ്ട് തന്നെ എനിക്കും അപ്രോച്ച് ചെയ്യാം എന്നും പറഞ്ഞ് ഞാൻ ചെന്ന് അവളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അടിച്ച് ചെകട പൊട്ടിക്കണം എൻ്റെ. മനസ്സിലായില്ലേ? കാരണം എല്ലാ സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ആണുങ്ങൾക്കുള്ളത് പോലെ തന്നെ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അവരുടെ ദേഹത്ത് ഒരാൾ തൊടണമെങ്കിൽ അത് അവരുടെ ഇഷ്ടം കൂടെ വെച്ചിട്ട് വേണം. അതല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോൾ ആരാണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പം മാരാറ് പറഞ്ഞ ഈ ഒരു എക്സാമ്പിളിൽ ഒരു മോശമായിട്ടുള്ള ഒരു വേശ്യ സ്ത്രീ ആണെങ്കിൽ പോലും അവൾക്ക് അവരുടെ ഇഷ്ടമുണ്ട്. അവളുടെ ഇഷ്ടം കൊണ്ട്, അവളുടെ ഗതികേട് കൊണ്ടും കാശിന് വേണ്ടി ചിലപ്പോൾ പോകുമായിരിക്കാം. പക്ഷെ അപ്പോഴും അവളുടെ ഇഷ്ടം കൂടെ നോക്കും. തീരെ ഇഷ്ടമല്ലാത്ത ഒരുത്തൻ, ഭയങ്കര വൾഗറായിട്ടുള്ള ഒരുത്തൻ കാശ് കൂടുതൽ വേണം എന്ന് പറഞ്ഞു തന്നാലും ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോകത്തില്ല. മനസ്സിലായില്ലേ? അതിലൊരിക്കലും ഞാൻ അവരെ കുറ്റം പറയില്ല. ബാക്കി
രാഹുൽ ഈശ്വറിനോട് എൻ്റെ ചോദ്യം, അദ്ദേഹം നിരന്തരം വന്നിരുന്നിട്ട് ആർട്ടിക്കിളിൽ സഭ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തരത്തെക്കാട്ടിയും കൂടുതലും ഹണി റോസിൻ്റെ വസ്ത്രധാരണം ചർച്ച ചെയ്യണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ ഞാൻ അനുകൂലിക്കും. ഹണി റോസിൻ്റെ വസ്ത്രധാരണം മോശമായിട്ടുള്ള വസ്ത്രധാരണമാണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മോശത്തെയോ ശരിയെയോ വിലയിരുത്തുക എന്നുള്ളതല്ല. കുറച്ച് പേർക്കെങ്കിലും അയ്യേ എന്താ ഇത്, എന്തൊരു വൃത്തികേടാണിത് എന്ന് തോന്നിപ്പിക്കത്തക്ക വസ്ത്രധാരണം തന്നെയാണെന്ന് ഞാൻ പറയും. മാരാർ ഈ പറഞ്ഞതിനോട് ഞാൻ 101% യോജിക്കുന്നു. ഞാൻ ഇതിന്റെ മുമ്പത്തെ എൻ്റെ വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ എന്തിടണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ്. ഞാൻ ഈ ഇരിക്കുന്ന റൂമിൽ എനിക്ക് എന്തും ഇടാം, എന്തും കാണിക്കാം. നോ വൺ കേസ്. ഒരു പട്ടിയെ ഞാൻ നോക്കേണ്ട കാര്യമില്ല. പുറത്തേക്ക് ഇറങ്ങിയാലും എൻ്റെ ഇഷ്ടമാണ്. ഞാൻ മറ്റുള്ളവരെ ഒരു പരിധി വരെ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ, ഇപ്പൊ മാരാർ ഇവിടെ പറയുന്നത് കേട്ടല്ലോ, ഇങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട്. ഹണി റോസിന്റെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന എന്തോരം ആളുകളുണ്ടെന്നല്ലോ, ഇത് അറിയാവുന്ന ആളുകൾ പറയുന്നതുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നലെയും കേട്ടു, ഇന്ന് രാവിലെയും കേട്ടു. അവളുടെ ഡ്രസ്സ് ശരിയല്ല, അല്ലെങ്കിൽ അത് കുറച്ച് ഓവറാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തിനധികം പറയുന്നു, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയാൻ ഒരുപാട് പേര് കാണും. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല, ഒരിക്കലും എനിക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം മറ്റുള്ളവരുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇപ്പോൾ മാരാരോട് തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞ മാരാരോട്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ മാരാർ പോയപ്പം മാരാർക്ക് അറിയാം അത് ലോകമെമ്പാടും കാണുന്ന ഒരു പരിപാടിയാണ്. എന്നിട്ട് പോലും അവിടെ മാരാറുടെ ഒരു പേഴ്സണൽ സ്പേസ് പോലെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ മാരാറുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണത്. അവർ താമസിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണത്. മാരാറുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ അതിനകത്ത് നിന്നു. അതായത് ഷോർട്സും സ്ലീവ്ലെസ്സും ഒക്കെ ഇട്ടിട്ട്, അങ്ങനത്തെ കൈയില്ലാത്ത ബനിയൻ എല്ലാം ഇട്ട് മാരാർ അതിനകത്ത് നിന്നു. അത് മാരാറുടെ ഒരു പേഴ്സണൽ സ്പേസ് പോലെ തോന്നി. പക്ഷെ അന്ന് എന്നിട്ടും അത് ഒരുപാട് ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുന്നുണ്ട്. എന്നിട്ടും മാരാർ അത് ചെയ്തു. ആ മാരാർ ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുറത്തു വന്നതിന് ശേഷം ഇത്രയും കാലമായിട്ട് പല മീഡിയാസിന്റെ ഫ്രണ്ടിലും പോകുന്നുണ്ട്. പല കാര്യങ്ങൾക്കും സറൗണ്ടിങ് നമ്മുടെ പുറത്ത് പബ്ലിക്കിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അതിനകത്തിട്ട പോലെയുള്ള ഡ്രസ്സും ഇട്ട്, അതായത് ഷോർട്സും സ്ലീവ്ലെസ്സും ഇട്ട് മാരാർ ഇവിടെ പുറത്തിറങ്ങി നടക്കുന്നുണ്ടോ? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മാരാർ നടക്കാത്തത്? ഹീസ് നോട്ട് കംഫർട്ട്. പുള്ളി പുറത്തു വരുമ്പോൾ അതിനകത്ത് പുള്ളിക്ക് അത് മതി. പുള്ളിയുടെ വീട് പോലെ തോന്നി പുള്ളി അത് ഇട്ടു കാണുന്നു. ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും പുള്ളി അത് ഇട്ടു. ഞാനൊരിക്കലും അതിനെ തെറ്റു പറയില്ല. പക്ഷെ പുറത്തു വന്ന് പുള്ളി അങ്ങനെ നടക്കില്ല. അതാണ് കാരണം. പുള്ളി പബ്ലിക്കിലെ നോക്കും. ഓക്കെ, ഞാൻ അങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എന്തെങ്കിലും പുള്ളിക്ക് വേറൊരു ഫീൽ കാണും, ഇല്ലേ? പുള്ളിയുടെ കംഫർട്ട് മാത്രം, പുള്ളിയുടെ കംഫർട്ട് ഇൻ ദ സെൻസ് പുള്ളിക്ക് പുറത്ത് ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ പുള്ളി കുട്ടി നിക്കറും ഇട്ട് ഇച്ചിരി മോശമാണോ എന്നുള്ളൊരു തോട്ടമൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ചോദിക്കും ഏതാണ് നല്ല രീതി. ഒരിക്കലും അങ്ങനെ ഞാൻ പറയുന്നില്ല, വിട്ടുകള. പക്ഷെ എന്തുകൊണ്ട് അതിനകത്ത് അങ്ങനെ നടന്നൊരു വ്യക്തി പുറത്തിറങ്ങിയിട്ട് അങ്ങനെ നടക്കുന്നില്ല? പുള്ളി നല്ല പാറ്റും ചട്ടമൊക്കെ ഇട്ട് ഫുള്ള് ഗ്ലാസ് ഒക്കെ വെച്ച് ചെത്തിയാണ് നടക്കുന്നത്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങള്. ബാക്കി എന്നും കരുതിയിട്ട് ആ പെൺകുട്ടിയെ കയറി പിടിക്കാനോ ആ പെൺകുട്ടിയുടെ അടുത്ത് മോശം സംസാരിക്കാനോ ഈ രാജ്യത്ത് ആർക്കെങ്കിലും അവകാശമുണ്ടോ? അത് അവരുടെ ഇഷ്ടത്തിൽപ്പെടുന്നതാണ്. ഇനി സഭ്യത എന്നത്, അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു വന്നൊരു മാറ്റർ. ഇപ്പം ഇതേ രാഹുൽ ഈശ്വർ ഒരു വേശ്യാസ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ ബലാത്സംഗം ചെയ്യുന്നവനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഇന്നലകളിൽ കാശ് കൊടുത്ത് കിടന്നു കൊടുത്തിട്ടുള്ളവളല്ലേ, അതുകൊണ്ട് അവളെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം, അവളത്ര ശീലാവധിയൊന്നുമല്ല, അതുകൊണ്ട് അവളിങ്ങനെ പീഡനത്തിന് ഇരയാണ്ടവളായിരുന്നു, അല്ലെങ്കിൽ പൊതുസമൂഹം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ വേശ്യയല്ലേ, അവൾ പിഴയല്ലേ, അതുകൊണ്ട് ഈ പീഡിപ്പിച്ചവനെ നമുക്ക് തള്ളിപ്പറയാം. അതായത് ഈ പുള്ളിക്ക് എല്ലാ കാലത്തും ഈ 5-6 നിലപാടുകൾ കാണും. എല്ലാ വിഷയത്തിനകത്തും പുള്ളിക്ക് നിലപാടുകൾ കാണും. അപ്പം പുള്ളി ഒരു ഭാഗത്ത് ഇതും കൂടെ പറയുന്നത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ രണ്ടാമത്തെ വിഷയം, ഈ സഭ്യത എന്നത് ആർട്ടിക്കിളിലുണ്ട് എന്ന് താങ്കൾ പറയുന്നു. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു ഷർട്ടാണിത്. ഇതിന് മേൽഭാഗത്ത് ബട്ടൺസ് ഇല്ല. ഇത് ഇത്രയും തുറന്നു കിടക്കുന്ന ഈ ഒരു ഷർട്ടാണിത്. ഇത് ഞാൻ ഇട്ടേക്കുന്നത് സഭ്യതാപരമായിട്ടാണോ? അല്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നമ്മളൊരാൾ മുണ്ടെടുത്തിട്ട് മടക്കി കുത്തി ഒരു പുരുഷൻ നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? ഷോർട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? സ്ലീവ്ലെസ് ആയിട്ടുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? സാരി എന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? കാരണം സാരി ഉടുത്താലും വയറ് കാണാമല്ലോ. അപ്പം സാരി എന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? ഈ സഭ്യത എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും മറച്ച പർദ്ദ പോലെയുള്ള വസ്ത്രങ്ങളാണോ? എന്താണ് സഭ്യതയുടെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിവരക്കേടെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പക്ഷേ മനസ്സിലായി മാരാരേട്ടാ. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് മനസ്സിലായ ഒരു കാര്യം.
അതായത് മാരാർ തന്നെ ഇപ്പൊ പറയുന്നുണ്ട്, മാരാർ ഈ ഷോർട്സിന്റെയും നമ്മുടെ സ്ലീവ്ലെസ്സും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മാരാർ ബിഗ് ബോസിനകത്ത് ഇട്ട് നടന്നുകൊണ്ടിരുന്നു, ലോകമെമ്പാടുമുള്ള ആളുകൾ കണ്ടു. പുറത്ത് വന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഇട്ട് നടക്കാത്തത്? എന്താ നടക്കാത്തത്? ഇനി ഈ സഭ്യത എന്ന് പുള്ളി ഞാൻ എങ്ങും പുള്ളി പറയുന്നത് കേട്ടില്ല. അതായത് നിങ്ങൾ പറത പോലുള്ള ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഇട്ട് നടക്കണമെന്നൊക്കെ. പുള്ളി വളരെ മാന്യമായിട്ട്, ഞാൻ അതുപോലെ തന്നെ ഹണി റോസിനെ എങ്ങും മോശമായി ചിത്രീകരിക്കുന്നത് ഞാൻ കണ്ടില്ല. പുള്ളി ഡ്രസ്സ് ഇടേണ്ട സാഹചര്യങ്ങൾ, ഓരോ ഡ്രസ്സിനും ഓരോ സാഹചര്യങ്ങളുണ്ട്. അതായത് ഞാൻ പറയാം, ഇപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളി പോകുമ്പോൾ, ഇപ്പോ ഞാന് ഒരു സ്ലീവ്ലെസ്സും ഇട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഷോർട്സും ഇട്ട് ഞാനിതിനായിട്ടും പോയിട്ടുമില്ല. അങ്ങനെ വരുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും പേര് മുണ്ടാണ് കൊടുക്കാറുള്ളത്. ചില ആളുകൾ ഞാനൊക്കെ പാൻറ്റാണ് കൂടുതലിടുന്നത്. കാരണം ഞാൻ കംഫർട്ടും അതിലാണ്. അതുപോലെ തന്നെ എനിക്ക് മുണ്ടെടുക്കാൻ കുറച്ച് പാടാടി. എനിക്കിത് വലിച്ചു കുത്തി കയറിപ്പോ എന്റെ കംഫർട്ട് അതാണ്. സോ ആ കംഫർട്ട് വിട്ട് ഞാൻ അമ്പലത്തിൽ പോയാലും അത് മറ്റുള്ളവരുടെ കണ്ണെന്ന് പറഞ്ഞാലും ലൈക്ക് ഇൻ ദ സെൻസ് ഒരു അതിനകത്തൊരു തെറ്റുള്ളതായിട്ട് തോന്നുന്നില്ല. മനസ്സിലായി? തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. നേരെ മറിച്ച് ഞാൻ ഒരു നിക്കറിട്ടോണ്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിക്കറിട്ടോണ്ട് പോയല്ലോ, പിന്നെ ഞാൻ ആലോചിക്കൂ നിക്കറിട്ടോണ്ട് പോകുന്നത് എല്ലാം പോട്ടെ, ഞാൻ വേറെ രീതിയിൽ ചോദിക്കുകയാണ്, ആരും മോശമായിട്ട് എടുക്കണ്ട. ഒരു ബിക്കിനി ഇട്ടുകൊണ്ട് ഒരു അമ്പലത്തിൽ പോയുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരാളുടെ കംഫർട്ടാണ് ബിക്കിനി ഇടുന്ന അയാൾക്ക് കംഫർട്ട്. മനസ്സിലായില്ലേ? അയാൾ അത് വിട്ടിട്ട് അമ്പലത്തിൽ പോയാൽ എന്തായിരിക്കും? ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവൾക്ക് അവളുടെ എന്ത് വേണമെങ്കിലും ഇടാം പെൺകുട്ടികൾക്ക്. ഞാൻ ഒരിക്കലും നിങ്ങൾ അതേ ഇടാവുള്ളൂ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ വീട്ടിലിട്ടുകൊണ്ട് നടക്കുന്ന ഷോർട്സ് അത് വിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി അമ്പലത്തിൽ പോവോ ഇല്ലെങ്കിൽ പള്ളിയിൽ പോവോ? എന്തുകൊണ്ടാ പോവാത്തത്? ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ പറ, എന്തുകൊണ്ടാ പോവാത്തത്? അത് നമ്മുടെ ഒരു എന്താണ്, പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ചു വന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതും കൂടെയൊക്കെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ വേണ്ടേ? നമുക്ക് എന്തും ഇടാം, എന്തും കാണിക്കാം, നോ ഇഷ്യൂ. എല്ലാവരുടെയും പേഴ്സണലായിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തിടണം എന്നുള്ളത്. പക്ഷെ എപ്പോഴെങ്കിലും ഈ സംസ്കാരം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഓർത്ത് അതൊന്ന് കൊണ്ടുവരണ്ടേ നമ്മുടെ ലൈഫിൽ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. മാരാറ് ഇപ്പൊ ഈ ചോദിച്ചതിനുള്ള ഉത്തരം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായത്. മനസ്സിലായില്ലേ? അതായത് രാഹുൽ ഈശ്വർ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾ അത് മാത്രമേ ഇടാവുള്ളൂ ഇത് മാത്രമേ ഇടാവുള്ളൂ എന്ന് പുള്ളി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എനിക്ക് 2 പെൺകുട്ടികളാണ് വളർന്നു വരുന്നത്. എനിക്ക് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, മക്കളെ, രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ആർട്ടിക്കിൾ പ്രകാരം സഭ്യതയുടെ മാനദണ്ഡം, സഭ്യത വേണം നമ്മുടെ വസ്ത്രത്തിന്. അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തരിക. ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ അഭിരുചികളോടും ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായി തോന്നിയേക്കാം, മറ്റൊരാളുടെ ശരി നമുക്ക് തെറ്റായി തോന്നിയേക്കാം. അപ്പം നിങ്ങൾ ആരാണ് ഈ ശരി തെറ്റുകളെ വിലയിരുത്താൻ? നമ്മുടെ രാജ്യത്ത് നിയമപ്രകാരം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ബോബി ചെമ്മണ്ണൂർ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തെന്ന് ശരിയാണെന്നുണ്ടെങ്കിലും അയാളുടെ വാക്കുകളിലൂടെ ഒരു സ്ത്രീ വേദനിക്കപ്പെട്ടിട്ടുണ്ടോ? 1000 സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആനന്ദം കണ്ടെത്തിയേക്കാം. പക്ഷേ ഒരു സ്ത്രീ വേദനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വേദനിക്കപ്പെട്ട സ്ത്രീയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹം ഏത് രീതിയിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാസുകൾ കൂടി എടുത്തു കൊടുക്കാൻ കൂടി നമ്മൾ തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട്, എന്തിനാണ് അങ്ങനെ ഒരു ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കേണ്ടത്? ഒരു താങ്ങാണ്. എന്നാലും ഞാനങ്ങ് ചോദിക്കുകയാണ്, നമ്മുടെ ഓരോരുത്തർക്കും ഒരു ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞ ഒരുപാട് അങ്ങ് ഇച്ചിരി കുറച്ചെങ്കിലും നമ്മളൊരു മാന്യത എന്നൊന്നും ഞാനതിനെ പറയുന്നില്ല. സംസ്കാരം, പാരമ്പര്യം, അതിനെ ഒന്ന് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അത് ഒരുപാടങ്ങ് വലിയ രീതിയിൽ നമ്മൾ ഒരിക്കലും ഷോർട്സ് ഇടാതെ പുറത്തേക്ക് ഒരു മോളിൽ പോകുമ്പോൾ ഷോർട്സ് ഇട്ട് പോകാൻ പാടില്ല, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഹണി റോസ് ഇപ്പൊ ഈ നമ്മുടെ എന്താണ് ഇനാഗുറേഷൻസിനൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ഇഷ്ടമാണ് അറ്റ്ലാസ്റ്റ് അവർ എന്തിടണമെന്നുള്ളത്. പിന്നെ ഇനാഗുറേഷൻസിന് വരുമ്പോഴത്തേക്ക് അവർക്കിടാം, അവരുടെ ഇഷ്ടത്തിന്. ഞാൻ ഇതുവരെയായിട്ടും ഹണി റോസ് ഇനാഗുറേഷന് വരുന്ന ഡ്രസ്സുകൾ മോശമാണെന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല, ഞാൻ പറയുകയുമില്ല. കാരണം അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടമാണ്. ഇനാഗുറേഷൻസ് വരുന്നതിന് എന്താ കുഴപ്പം? അവർക്ക് ഇഷ്ടമുള്ള ഒരു ഷോർട്സ് ഇട്ടിട്ടോ സാരി എടുത്തിട്ടോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് വരാം, നോ ഇഷ്യൂ ആയിട്ടോ. പക്ഷെ ഡ്രസ്സിന്റെ കാര്യം വരുമ്പോഴത്തേക്ക്, വസ്ത്രധാരണം എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ അത് നമ്മളൊന്ന് നോക്കേണ്ട കാര്യം തന്നെയുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ അമ്പലം, പള്ളി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് നോക്കണം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ
ആ ഒരു നടിയുടെ കൂടെ തന്നെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നമ്മൾ ഒരിക്കലും ബോച്ചെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, സപ്പോർട്ട് ചെയ്യത്തുമില്ല. കാരണം അത്രയ്ക്ക് നല്ല നാറിയ സുന്ദര കില്ലാടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും പലപ്പോഴായിട്ട് മനസ്സിലായതാണ്. എന്തുകൊണ്ട് ആരും ഇങ്ങനെ മുന്നോട്ട് വരുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. ഹണി റോസ് ഒക്കെ നേരത്തെ വരേണ്ടതായിരുന്നു. എന്താണെങ്കിലും ഇപ്പോഴെങ്കിലും അത് വന്നല്ലോ, വരട്ടെ, നല്ല കാര്യം. ഇനിയും ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക.